ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. എങ്കിലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും രാവിലെ തന്നെ എണീച്ചിട്ട് അലക്കാനാണ് ഇടുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, പച്ചയായ ജീവിതമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഏതായാലും അലക്കാനിട്ടു. പിന്നെ കുറച്ച് അലക്കാനിട്ടത് എടുക്കാനുണ്ടെങ്കിൽ ഉണങ്ങിയത് എടുക്കാണ്ടേന് അതെടുത്തിട്ട് ഇങ്ങനെ അവിടെ റൂമിൽ കൊണ്ടുപോയിട്ടാട്ടോ. പിന്നെ വൈകുന്നേരം മടക്കാൻ കരുതിയിട്ട് മോളെ പഠിപ്പിക്കുന്ന സമയത്ത് പിന്നെ ഇതാ കിച്ചണിലേക്ക് വന്നു. ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനില്ല കേട്ടോ. നമുക്ക് തലേന്ന് ഗസ്റ്റ് ഉണ്ടായിനി രാത്രി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി. പിന്നെ അപ്പോൾ ഞാൻ മോൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ദാഹശമനി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് തിളച്ചാൽ പിന്നെ അതങ്ങനെ വെക്കലാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറന്നു വേണ്ട, ഇത് കേൾക്കുമ്പോൾ തന്നെ ചെയ്തു പോവുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓളും പ്രസ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി ഞാൻ അടിച്ചു വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. എപ്പോഴും ഞാൻ വേറെ എന്ത് പണി കഴിഞ്ഞില്ലെങ്കിലും സിറ്റ് ഔട്ടൊന്ന് ക്ലീൻ ആക്കിയിടാൻ ശ്രദ്ധിക്കും കേട്ടോ. കാരണം ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഭാഗമാണല്ലോ നോട്ടീസ് ചെയ്യുക എപ്പോഴും. പിന്നെ ചെറിയ മോള് വെച്ചിട്ട് എങ്ങനെയാണ് പണികളൊക്കെ തീർക്കാമെന്നൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്യൽ. എല്ലാ പണിയൊന്നും ചില ദിവസം തീരാറില്ല, ചില ദിവസം നല്ല മിക്ക ദിവസവും തീരലില്ല. പിന്നെ ഡെയിലി അടിച്ചു വാരി തുടയ്ക്കുക അതൊന്നും എല്ലാ ദിവസമൊന്നും ചെയ്യലില്ല. എനിക്ക് തോന്നുമ്പോഴേ ഞാൻ ചെയ്യലുള്ളൂ. തോന്നുമ്പോൾ മീൻസ് അത്രയും കച്ചറാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ, നമുക്ക് അധിക ദിവസം ഗസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പോൾ എങ്ങനെയായാലും കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും എന്താ പറയുക, അടിച്ചു വരൽ ദിവസം എന്തായാലും അടിച്ചു വരേണ്ടി വരും. തുടയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും എന്ന് കേട്ടോ. അത് എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ എന്തായാലും 5 പ്രാവശ്യമൊക്കെ എന്തായാലും തുടയ്ക്കും. 2 ദിവസം ചിലപ്പോൾ തുടയ്ക്കാത്തത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കിച്ചണിൽ പോയി വെക്കുന്നുണ്ട്, ചായ തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാടമുട്ടയിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. പിന്നെ ചായ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഫ്ലാസ്കിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ചെയ്യുക. നല്ല ചൂടുള്ള ചായ ബാക്കി കുറച്ച് ചൂടാറാൻ വേണ്ടി വെക്കുകയും ചെയ്യും. ആവുന്നത് ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കുകയാണ് ചെയ്യുക രാവിലെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിയുമല്ലോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഇങ്ങനെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടിട്ട് ഈ ഒരു വ്ളോഗിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ഇടുക. അപ്പോൾ കമൻറ്റൊക്കെ വരുമ്പോഴാണ് നമ്മൾ വീഡിയോക്ക് റീച്ച് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. മോശം കമൻസൊക്കെ പറയാം. അതൊക്കെ കമൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലത് മോശമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേശ് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ഞാൻ ഫ്രഷ് ആവാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം LKG എന്നൊക്കെ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലായിരുന്നു. പിന്നെ ഇപ്പോൾ UKGയിലും പിന്നെ പ്രഗ്നൻ്റായി, പിന്നെ ചെറിയ ആളായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ അവൾ ഒരുവിധം ഓരോ കാര്യങ്ങളൊക്കെ അവൾ തന്നെ അങ്ങനെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കൂട്ടോ. ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ചെറിയ പ്രായമല്ലേ. അങ്ങനെ അതും കൂടി മേശയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് പരിപാടി ഉള്ള ടിഫിൻ ബോക്സ് ഒരുക്കലാണ്. ടിഫിൻ എന്ന് പറഞ്ഞാൽ സ്നാക്സാണ് കൊണ്ടുപോകുന്നത്, ലഞ്ച് കൊണ്ടുപോകലില്ല. ലഞ്ച് സ്കൂളിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതൊക്കെ ബാഗിൽ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂണിഫോമും കാര്യങ്ങളും ബാഗും ഒക്കെ ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ കൊണ്ടുവന്ന് വെക്കും. പിന്നെ അതിന് വേണ്ടി ഓടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾ കുളിച്ച് വന്നാൽ നേരെ യൂണിഫോം എടുത്തിടാൻ വേണ്ടി പറയുക ചെയ്യാം. ഇനി നമുക്ക് ഇന്നലെ ബാക്കി വന്നത് പൊറോട്ടയാണ്.
അപ്പം ഹസ്ബൻഡിന് പൊറോട്ട ഇഷ്ടമല്ല, അല്ലെങ്കിലേ കഴിക്കില്ല, പിന്നെ പഴയതും കൂടി അതുകൊണ്ട് തീരെ കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദോശ, അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്, നമ്മളിവിടെയൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ദോശ ഒന്നൊഴിച്ച് അത് ഓൾമോസ്റ്റ് റെഡിയായി വന്നപ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വന്ന്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഗസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ആരെങ്കിലും വരും. അപ്പോൾ ഏതായാലും ദോശ ചുടലും വ്ളോഗിങ്ങൊക്കെ അവിടെ സ്റ്റോപ്പാക്കി വെച്ച് ഇനി നടക്കില്ല എന്ന് തന്നെ തോന്നിയിന് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തട്ടിക്കുട്ടി അവർക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ അവർ പോയതിൻ്റെ ശേഷം നമ്മളും ചായ കുടിച്ചു. അതിൻ്റെ ഇടയിൽ കേശ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് റേക്ക വന്നത്. പിന്നെ നേരെ അവളെ ഫ്രഷ് ആക്കലാണ്. ആ സമയത്താണ് ഞാനും അവളും സ്വസ്ഥമായിട്ടൊന്ന് കുറച്ച് നേരം ഇതാക്കൽ. പിന്നെ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിയണോ, അതുവരെ അവൾ മൈൻഡാക്കാനുള്ള ടൈം കിട്ടൂല. അപ്പോൾ അവളൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഫ്രഷ് ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് സമയം അവളെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത്. പിന്നെ എന്തായാലും ഒന്ന് ലേറ്റായി ഉറങ്ങി എണീറ്റുകൊണ്ട് പിന്നെ ഇനി ഉറങ്ങൂല എന്ന് ഉറപ്പാണ്. പിന്നെ അവളൊക്കെ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ക്ലീനിങ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, തലേന്നത്തതും മൊത്തത്തിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ലഞ്ചിനുള്ള പരിപാടി നോക്കാം, അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് നിൽക്കുകയാണ്. കാരണം ഞാൻ ക്ലീനിങ്ങിന് നിന്നാൽ അത് എന്താ പറയുക, ഒരു തരം വസ്വാസം എന്നൊക്കെ പറയില്ലേ, അപ്പം അത് മൊത്തത്തിൽ തീരുമ്പോഴത്തേക്കും എന്തായാലും ഉച്ച കഴിയും. അപ്പോൾ ആദ്യം ഞാൻ ടേബിൾ മാത്രം ക്ലീൻ ആക്കിയിടാം, എന്നിട്ട് ലഞ്ചിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ്ങിലേക്ക് നോക്കാമെന്ന് കരുതി. അപ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ ടേബിൾ മൊത്തം ഇങ്ങനെ ക്ലീൻ ആക്കിയിടാണ്. പിന്നെ ഞാനവളെ ക്യാരിക്കോട്ടിലിട്ടിട്ടാണ് പണികളൊക്കെ മീൻ മുറിച്ചിട്ട് പണികളൊക്കെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ മീനും ചിക്കനൊക്കെ ക്ലീൻ ആക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ അതുമ്പോൾ തന്നെ തുടങ്ങാമെന്ന് കരുതിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുന്തിരി കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് മോള് ഉണരുന്നുണ്ട്, ആട്ടുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീൻ നമ്മളിവിടെ വറ്റിക്കാന്ന് പറയും, വെള്ളം വറ്റിക്കാന്നൊക്കെ പറയും. അപ്പോൾ ആ സംഭവമാണ് ചെയ്യുന്നത്. കറിയായിട്ട് ഉണ്ടാക്കില്ല, കാരണം ഞങ്ങൾ ഉണ്ടാടല്ലേ ഉള്ളൂ. എങ്ങനെ കറി ഉണ്ടാക്കിയാലും കറി ബാക്കിയാവും. പിന്നെ എനിക്കാണെങ്കിൽ വല്ലാണ്ട് കറിയൊന്നും കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല, എന്തെങ്കിലും ചെറുതായിട്ട് തൊട്ട് കൂട്ടുന്നല്ലാണ്ട്. അപ്പോൾ അത് ഏതായാലും വറ്റിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതിൽ അധികം കമൻറ്റ്സ് വരാനുള്ളൊരു സാധ്യത മോളെ പമ്പേഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് പമ്പേഴ്സ് ഇടുകയെന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ എന്തായാലും പമ്പേഴ്സ് ഇടും, പകൽ ഞാൻ ക്ലോത്ത് ഡയപ്പറും അതുപോലെ തന്നെ ഷീറ്റൊക്കെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ 2 ദിവസമായിട്ട് ഒക്കെ നന്നായിട്ട് മോശം പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്ലോത്ത് ഡയപ്പറും ഷീറ്റൊക്കെ കംപ്ലീറ്റ് ഞാൻ അലക്കാനിട്ടതും ഉണങ്ങാത്തതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ആണെങ്കിൽ വീഡിയോ എടുക്കും കൂടിയില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പമ്പേഴ്സ് ഇട്ട് കൊടുത്തത്. വൈകുന്നേരത്തിൻ്റെ ശേഷം ഞാൻ സ്ഥിരമായിട്ട് പമ്പേഴ്സ് എന്തായാലും ഇട്ട് കൊടുക്കും കേട്ടോ. ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അല്ലെങ്കിൽ നൈറ്റിലൊക്കെ കിടക്കാനൊക്കെ ഒന്നുകൂടി സുഖം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ഒരു ക്യാരിക്കോട്ടിൽ വെച്ചിട്ട് അവൾ ചാടുന്നതാണ്. അത് ചാടി പഠിച്ചതിന് ശേഷം അവളതൊരു കളിയായിട്ടാണ് എടുക്കൽ. അപ്പോൾ അങ്ങനെ ആകുമ്പം എനിക്ക് കുറച്ചും കൂടി സമയം അവൾ കിടന്നു തരും. അത് ഞാൻ തിരിച്ചതിലേക്ക് കയറ്റി വെക്കും, അവൾ പിന്നെയും ചാടും, അങ്ങനെ കയറ്റും. അല്ലാതെ വെറുതെ നിലത്ത് കിടത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറി കിട്ടും, 5 മിനിറ്റ് പോലും കിടക്കില്ല. ഇനി അടുത്ത് കുറച്ച് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി ക്യാബേജ് അരിയാണ്. അപ്പോൾ ഈ ഒരു കത്തി നല്ല നൈസായിട്ട് നമുക്ക് അരിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ഇങ്ങനെ ടിപ്പിൽ ഒരു ഡിസൈൻ പോലെ ഉണ്ട്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നല്ല നൈസായിട്ട് തന്നെ അരിയാൻ പറ്റുന്നുണ്ട് എല്ലാ സാധനങ്ങളും കേട്ടോ. ആ ഭാഗത്ത് എത്തുമ്പോൾ ഒരു മാഗ്നറ്റിക് ഒരു അട്രാക്ഷൻ പോലെ എനിക്ക് തോന്നുന്നു. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. മറ്റേ മൈ ഇംഗ്ലീഷ് കിച്ചൻ എന്നുള്ളൊരു ചാനലുണ്ടല്ലോ, അവരെ കയ്യിൽ കണ്ടിട്ട് എനിക്കിഷ്ടമായിട്ട് ഓർഡർ ചെയ്താൽ കേട്ടോ. അപ്പോൾ അതിനെടുക്കുക നമ്മൾ മീനിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉപ്പേരിയിലേക്കൊന്നും തേങ്ങ ഇടുന്നത്, ഉപ്പേരി എന്താ പറയുക, തോരൻ എന്നൊക്കെ പറയും. അപ്പോൾ ഒന്നിലേക്കും തേങ്ങ ഇടുന്നത് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ പണി എളുപ്പമാണ്. ഏത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും അതിലേക്ക് തേങ്ങ ഇഷ്ടമല്ല. അപ്പോൾ തേങ്ങ ഇല്ലാത്ത രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തുടയ്ക്കാനും കൂടി പോയിട്ടുണ്ട്, പെട്ടെന്നൊന്ന് തുടച്ച് വരാമെന്ന് കരുതി. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പ്രാവശ്യം റേക്ക് എണീക്കുന്നുണ്ട്, ഞാൻ പോയി ഫീഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പം പിന്നെ ആട്ടി കൊടുക്കുമ്പോൾ ഉറങ്ങും, ചിലപ്പോൾ എടുത്തിൻ്റെ കൂടെ തന്നെ വരും, അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്നും വീഡിയോ എടുക്കണില്ല, ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ എടുക്കണം എന്തൊക്കെ ഒഴിവാക്കണം അതൊന്നും ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക്
ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്ന പോലെയൊക്കെ കണ്ടെടുത്തതാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻസൊക്കെ കണ്ടിട്ട് വേണം ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ല അടുത്ത വീഡിയോ ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഏതായാലും എന്ന് ഷോർട്സ് എല്ലാം ഇടയില്ല, അപ്പം ഒന്ന് എടുത്ത് നോക്കാമെന്ന് കരുതിയിട്ട് ചെയ്തതാണ്. കുറേ മുന്നേ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു ചെറിയൊരു വ്ളോഗാണ്, ഇതൊന്നുമില്ല കേട്ടോ. അപ്പം മീൻ റെഡിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ പപ്പടം പൊരിക്കലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുളക് ഉണ്ടായിരുന്നു, എന്താണ് കൊണ്ടാട്ടമുളക്. അപ്പോൾ അതും കൂടിയും പൊരിച്ചിട്ട് പിന്നെ ഞാൻ ആ ചട്ടിയിൽ എണ്ണ ഒഴിവാക്കിയിട്ട് ഓയിലാട്ടോ പൊരിച്ചത്. അപ്പോൾ ഓയിൽ ഒഴിവാക്കിയിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത്. സെയിം ചട്ടി തന്നെ ആട്ടോ യൂസ് ചെയ്ത്. ഇതൊരു കാസ്റ്റ് അയൺ പോലത്തെ പാത്രമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകി വെച്ച് 2 ദിവസം എടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തുരുമ്പിടിച്ച പോലെ ഉണ്ടാവും. പിന്നെ ഗസ്റ്റുകൾ വരുന്ന കാര്യം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, എന്നും ഗസ്റ്റുകൾ ഉണ്ടാവുന്നതിന് ഇഷ്ടമാണ് ഗസ്റ്റ് വരുന്നത് നമുക്ക് എല്ലാവർക്കും. കാരണം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഗസ്റ്റ് വരിക എന്ന് പറയുന്നത് സന്തോഷമല്ലേ. പിന്നെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നതും എനിക്ക് ഹസ്ബൻഡിന് ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമില്ലാഞ്ഞിട്ട് പറഞ്ഞതല്ല കേട്ടോ. എപ്പോഴും ഗസ്റ്റ് ഉണ്ടാവുന്നത് നല്ല തന്നെയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവും എന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും പാത്രങ്ങൾ നമുക്ക് എടുത്തു വെക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വെച്ച ആ മുന്തിരി ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജ്യൂസ് അടിക്കാതെ ഇങ്ങനെ അതിൻ്റെ പൾപ്പും വെള്ളം എടുത്തിട്ട് കുടിക്കുക ചെയ്തത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ജ്യൂസ് അടിക്കുന്നതിനേക്കാളും. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ക്ലീനിങ്, അതായത് വാഷ് ബേസിന്, പിന്നെ നമ്മൾ എന്താ പറയുക ടേബിള്, അതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ല. നമുക്ക് കാണുമ്പോൾ തോന്നുമല്ലോ അത്രയും മോശമായും തോന്നുമ്പോൾ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇന്ന് പഠിപ്പിച്ച് 2-3 ദിവസം അങ്ങനെ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് എനിക്ക് അത്ര കുറച്ച് മോശമായും തോന്നിയപ്പോൾ ഞാൻ ചെയ്തതാണ് വാഷ് ബേസിനൊക്കെ. പക്ഷേ സിറ്റ് ഔട്ടിലെ ടേബിൾ അത് ഡെയിലി തുടയ്ക്കണം കേട്ടോ. വൈറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്നും അതിൽ പൊടികളും പിന്നെ രാത്രി ആയാലും പ്രാണികളൊക്കെ വന്നിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കറകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ. പിന്നെ മോഡുലാർ കിച്ചൺ ചെയ്തതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് യൂട്യൂബിൽ ചോദിച്ചെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും മോഡുലാർ കിച്ചൺ നമുക്ക് അത്രയും യൂസ്ഫുള്ളാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മോഡുലാർ കിച്ചൺ ആയതുകൊണ്ട് പ്ലൈവുഡാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നനഞ്ഞ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, മെയിനായിട്ട് പാത്രങ്ങൾ. പിന്നെ നമുക്ക് എപ്പോഴും പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുക, എപ്പോഴും കഴുകാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങാണ്ടല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രമാണ് എനിക്കൊരു ഡീമെറിറ്റായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് മൊത്തം നല്ല ഉണങ്ങി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം പാത്രം വെക്കാൻ. അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടി വരും. എനിക്കതും അതുപോലെ തന്നെ നമ്മൾ അലക്കിയതും മടക്കലും അത് രണ്ടും ഭയങ്കര ഒരു പണി തന്നെയാണ്. അപ്പം ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകിയിട്ടാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. അത്രയും പാത്രങ്ങളൊക്കെ കഴുകിയത് എടുത്ത് വെക്കാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുമ്പൊന്ന് തന്നെ തുടങ്ങി. അവസാനത എല്ലാം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മണി പ്ലാന്റിനെ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയോ എന്നൊരു സംശയമല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് അഭിപ്രായം അത് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യട്ടോ. ലെങ്ത്ത് കുറച്ച് ചെയ്യണോ ലെങ്ത്ത് കൂട്ടി ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഇപ്പം തന്നെ ഇതിൻ്റെതായ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് ഉച്ചക്ക് ലഞ്ച് കഴിക്കുന്ന വരെയുള്ള ആ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈവനിങ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അല്ലാണ്ട് തന്നെ നല്ല സമയം എടുത്തിക്കണം കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും 12:30 ആകുമ്പോഴത്തേക്കും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്ത് അല്ലറ ചില്ലറ പണികളും എല്ലാം കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.